മഹാരാഷ്ട്രയ്ക്കും ജാർഖണ്ഡിനുമൊപ്പം ഹരിയാനയും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഗിയർ മാറ്റിക്കഴിഞ്ഞു. ഒക്ടോബർ 1 വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ നടക്കുമെന്ന് ഉറപ്പാണ്. ഇതുവരെ 10-ൽ 10 BJP കാഴ്ചവെച്ച ഹരിയാന ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പക്ഷേ കളം മാറ്റി ചവിട്ടി. ഭരണപക്ഷത്തിനൊപ്പം ശക്തമായ പ്രതിപക്ഷവും വേണമെന്ന രാജ്യത്തിന്റെ ചിന്ത ഹരിയാനയിലും പ്രതിഫലിച്ചു. മുഖ്യമന്ത്രിയെ മാറ്റിയിട്ട് പോലും BJPയിൽ നിന്ന് പകുതി സീറ്റുകളും 12% വോട്ട് വിഹിതവും പിടിച്ചെടുത്താണ് കോൺഗ്രസ് ശക്തമായ തിരിച്ചടിവ് നടത്തിയത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒക്ടോബറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നിർണായകമാണ്. അധികാരത്തിൽ തിരിച്ചെത്താമെന്ന ആത്മവിശ്വാസത്തോടെയാണ് കോൺഗ്രസ് കച്ചമുറുക്കുന്നത്. എന്നാൽ ലോക്സഭയിലെ തിരിച്ചടിക്ക് കാരണമായ കാരണങ്ങൾ കണ്ടെത്തുകയും തിരുത്തലുകൾ വരുത്തുകയും ആകർഷകമായ പദ്ധതികൾ പ്രഖ്യാപിച്ചും BJPയും പഴുതുകളടച്ച് മുന്നേറുകയാണ്. എന്നാൽ കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുവെന്നത് BJPക്ക് കടുത്ത വെല്ലുവിളിയാകും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നോടിയായി മുഖ്യമന്ത്രിയെ മാറ്റി പരീക്ഷിച്ചിട്ട് BJPക്ക് 10-ൽ 5 സീറ്റ് നഷ്ടമായിരുന്നു. വോട്ട് വിഹിതത്തിൽ കോൺഗ്രസിന് പിന്നിൽ പോവുകയും ചെയ്തു. 2019-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാതിരുന്ന BJP ഭരണം മുന്നോട്ട് കൊണ്ടുപോയത് JJPയുടെ പിന്തുണയിലാണ്. JJP നേതാവ് ദുഷ്യന്ത് ചൗതാല ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചു വാങ്ങുകയും ചെയ്തു. സർക്കാരിനെതിരായ ജനരോഷം തിരിച്ചറിഞ്ഞ JJP ഇക്കഴിഞ്ഞ മാർച്ചിൽ സർക്കാരിൽ നിന്നും NDAയിൽ നിന്നും പിന്മാറി. 5 വർഷവും ശക്തമായ കർഷക പ്രക്ഷോഭം അലയടിച്ച ഹരിയാനയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പലയിടത്തും BJP സ്ഥാനാർത്ഥികൾക്ക് പ്രചരണം നടത്താൻ കഴിഞ്ഞില്ല. ഗ്രൂപ്പുകളായി ഭിന്നിച്ചു നിൽക്കുന്ന കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യമാണ് BJP 5 സീറ്റിൽ ജയിക്കാൻ ഇടയാക്കിയത്. മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദർ സിംഗ് ഹൂഡയാണ് കോൺഗ്രസിന്റെ ജനകീയ മുഖം. മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ സിർസയിൽ നിന്നുള്ള ലോക്സഭാ അംഗവുമായ സെൽസ കുമാരി ഉൾപ്പെടെയുള്ളവരുമായി ഹൂഡ ഒത്തുപോകാറില്ലെന്നത് യാഥാർത്ഥ്യമാണ്. ഒപ്പം ലോക്സഭയിൽ ഒന്നിച്ച ഇന്ത്യ സഖ്യം നിലവിലെ സാഹചര്യത്തിൽ ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നതും കോൺഗ്രസിന് തിരിച്ചടിയായേക്കും. 2 കോടി വോട്ടർമാരുള്ള ഹരിയാനയിൽ 2014 മുതൽ ആധിപത്യം പുലർത്തുന്നത് BJPയാണ്. എന്നാൽ 2024-ൽ അതിന് കാര്യമായ ഇടിവ് വന്നിട്ടുണ്ട്. ഇത് മുതലെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ മാത്രമാണ് സംസ്ഥാനത്ത് വിജയസാധ്യതയുള്ളൂ. കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി പ്രാദേശിക ശക്തിയായ INLDയെ പിന്നിലാക്കിക്കൊണ്ട് BJPയും കോൺഗ്രസുമാണ് സംസ്ഥാനത്ത് കരുത്തിൽ മുന്നിലുള്ളത്. 2005 മുതൽ 2014 വരെ ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആണ് സംസ്ഥാനം ഭരിച്ചത്. 2014-ലെ മോദി തരംഗത്തിലാണ് സംസ്ഥാനം കാവിയണിഞ്ഞത്. 2019-ൽ BJP JJP പിന്തുണയോടെ സർക്കാരുണ്ടാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇതേ ട്രെൻഡാണ് ആവർത്തിച്ചത്. 2004, 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ഹരിയാനയിൽ കൂടുതൽ സീറ്റുകളും നേടിയത്. 2014, 2019 വർഷങ്ങളിൽ BJP സംസ്ഥാനം തൂത്തുവാരി. ഇത്തവണ 5 സീറ്റുകളാണ് ഇരു പാർട്ടികളും നേടിയത്. പഞ്ചാബിൽ നിന്ന് ഹരിയാന സംസ്ഥാനം രൂപീകരിച്ച 1966 മുതലുള്ള 3 ദശാബ്ദ കാലം കോൺഗ്രസ് ആണ് സംസ്ഥാനത്ത് ആധിപത്യം പുലർത്തിയത്. 1977-ൽ ജനതാ പാർട്ടി അധികാരം പിടിച്ചപ്പോഴും 1987 മുതൽ 1991 വരെ ലോക്ദൾ സർക്കാരുണ്ടാക്കിയപ്പോഴും മാത്രമാണ് മാറ്റമുണ്ടായത്. 1996 മുതൽ സംസ്ഥാനത്ത് BJP വലിയ നേട്ടമുണ്ടാക്കിയിരുന്നു. 1996-ൽ BJP ഹരിയാന വികാസ് പാർട്ടിയെയാണ് പിന്തുണച്ചത്. ബൻസിലാലിന്റെ പാർട്ടിയാണിത്. 2000-ൽ ഇന്ത്യൻ നാഷണൽ ലോക്ദൾ സംസ്ഥാനത്ത് അധികാരം പിടിച്ചു. ചൗധരി ദേവിലാലിന്റെ പാർട്ടിയായിരുന്നു INLD. പിന്നീട് കോൺഗ്രസ് തുടർച്ചയായ 2 തവണ ഭരിച്ചു. മനോഹർ ലാൽ ഖട്ടാർ ആയിരുന്നു സംസ്ഥാനത്തെ ആദ്യത്തെ BJP മുഖ്യമന്ത്രി. ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ JJP സഖ്യം ഉപേക്ഷിച്ചാണ് BJP മത്സരിച്ചത്. മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി എത്തുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും കാര്യമായ ഗുണം ചെയ്തില്ല. കോൺഗ്രസ് 5 സീറ്റുകൾ പിടിച്ചെടുത്തു. BJPയുടെ വോട്ട് ശതമാനം 58.21%. അത് 46.11% കുറഞ്ഞു. കോൺഗ്രസിന്റേത് 28.51% നിന്ന് 43.61% വർദ്ധിച്ചത്. AAP 3.94% വോട്ട് നേടി. നിലവിൽ വോട്ട് ശതമാനം പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് തൂക്കുമന്ത്രിസഭ വരാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്നാൽ ഭരണം പിടിക്കുമെന്ന് കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഹരിയാനയിലെ 90 സീറ്റുകളിൽ 44 എണ്ണത്തിലാണ് BJPക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടിയത്. കോൺഗ്രസിന് 42 എണ്ണത്തിലും കിട്ടി. AAP 4 സീറ്റിലും ലീഡ് ചെയ്യുന്നു. കോൺഗ്രസും AAPയും ചേർന്നാൽ ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് എത്താനാകും. ഡൽഹി, പഞ്ചാബ് എന്നിവിടങ്ങളിലേതുപോലെ ഹരിയാനയിൽ AAPയുമായുള്ള കോൺഗ്രസ് ബന്ധം അത്ര മോശമല്ല. ഇത് സഖ്യത്തിന് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്.